രാജേഷ് വടക്കഞ്ചേരിയാണ്. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇന്നുള്ളത് പാലക്കാട് ജില്ലയിലെ പുതിയങ്കം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഓമനേട്ടൻ എന്ന് പറയുന്ന പുള്ളി ഒരു കുഞ്ഞ് ഹോട്ടൽ നടത്തുന്നുണ്ട്. വെജിറ്റേറിയൻ ആണ് പ്രാധാന്യം. വെജിറ്റേറിയൻ ഊണ് കഴിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. എന്തായാലും നമുക്ക് ഇവിടുത്തെ രുചിക്കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. ചേട്ടാ, എന്താ പേരെന്താണ്? എന്റെ പേര് സുരേഷ്. ഇവിടെ ഓമനേട്ടന്റെ ഭക്ഷണം കഴിക്കാൻ വരാറുണ്ടോ? ഞാൻ സ്ഥിരമായി 100-90% ദിവസങ്ങളിൽ ഇവിടെ വരാറുണ്ട്. അതെ. അതെ. എങ്ങനെയുണ്ട് ഭക്ഷണം? ഭക്ഷണം നാടൻ, നമ്മുടെ വീട്ടുകളിൽ വെക്കുന്ന ഒരു കൃത്രിമവും ഇല്ലാത്ത നല്ലൊരു ഭക്ഷണം. 3 വക 4 വക കറി ഉള്ളതാണെങ്കിലും അത് നമ്മുടെ ഒരു നാടൻ ഭക്ഷണം. ഒരു കേടില്ല, ഒരു കൃത്രിമവും ഇല്ല, ഒരു വിഷാംശവും ഇല്ല. ഒരു കഴിച്ചത് കൊണ്ട് യാതൊരുവിധ പ്രശ്നവും ഇന്നുവരെ ഇത്ര വർഷങ്ങളായിട്ട് ഒന്നും തന്നെ ഒരു കുഴപ്പം വന്നിട്ടില്ല. വയറിനും മനസ്സിനും സമാധാനമാണ്. നമുക്ക് ടേസ്റ്റും ഉണ്ട്. പഴയ നമ്മുടെ വീട്ടിലെ വയസ്സായ അമ്മമാരെ വറുത്ത് വെക്കുന്ന ആ രീതി ഇപ്പൊ ടേസ്റ്റ് നിലനിൽക്കുന്നുണ്ട്. ഇതാണ് ഭക്ഷണം. കണ്ടില്ല അരപ്പ് അല്ലേ? അതെ. എന്താ വിശേഷം? നല്ല വിശേഷം അല്ലേ? ഞാനേ നമ്മുടെ സൂരജ് മാഷില്ലേ, ചിറ്റിലഞ്ചേരി സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷ്. അപ്പൊ എന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇവിടെ നമ്മുടെ ഓമനേട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ട്. പുള്ളിയുടെ ഉച്ചയൂണ്. എന്റെ പേര് കുമാരനാണ്. ഓമനല്ല, അവനോട് ഇവിടെ വിളിക്കുന്ന പേരാണ് ഓമനൻ. അതെ, ശരിക്കും പേര് കുമാരനാണ്. ഓമനേട്ടൻ എന്നാണ് എല്ലാരും വിളിക്കാറല്ലേ? ശരി, ആയിക്കോട്ടെ. എത്ര വർഷമായി അപ്പൊ ഈ ഹോട്ടൽ തുടങ്ങിയിട്ട്? 38 വർഷമായി അല്ലേ? ഉച്ചയൂണിന് എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ഒരു പൊരിയല്, കൂട്ട്, അച്ചാറ്, സാമ്പാറ്, മോര്, രസം. വെജിറ്റേറിയൻ ആണ്? പക്കാ വെജിറ്റേറിയൻ ആണ്. എത്ര മണിക്ക് തുടങ്ങും? 5 മണിക്ക് തുറക്കും. അന്ന് അപ്പൊ രാവിലെ എന്താണ് അപ്പൊ കൊടുക്കുന്നത്? രാവിലെ ചായ ഒക്കെ ആൾക്കാർ വരും. നേരത്തെ ചായക്ക് ആൾക്കാർ ചായ കൊടുക്കും. പിന്നെ ഒരു 6:30 കഴിഞ്ഞാകുമ്പോ പലഹാരമാകും. അതല്ലേ? പലഹാരം എന്തൊക്കെയാണ്? പലഹാരം ഇഡ്ഡലി, ആപ്പം, ദോശ, അതൊക്കെ വിളിക്കുന്നില്ല. വേറെ മറ്റൊന്നുമില്ല. അത് പൊറോട്ട അങ്ങനെയുള്ളതൊന്നുമില്ല. നമ്മള് സാധാരണ മറ്റേ നോൺ ഒന്നും ഉപയോഗിക്കുന്നില്ല. വെജിറ്റേറിയൻ ആയിട്ട് 38 വർഷമായിട്ട് ഇങ്ങനെ ചെയ്യുന്നു. വീട്ടിൽ നിന്നാണല്ലേ കൊണ്ടുവരുന്നത്? വീട്ടിൽ നിന്ന് ഊണ് ഒക്കെ പാകം ചെയ്ത് ഇവിടെ കൊണ്ടുവരും. ഇവിടെ സൗകര്യം പോരാ. നേരത്തെ എവിടെയായിരുന്നു വെച്ചിരുന്നത്? അതിവിടെ ഈ വീട് ബിൽഡിങ്ങിന് ഓട്ട് വരെയായിരുന്നു. അപ്പൊ ഇവിടെ ഒരു അടുക്കളയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് അവര് മാറ്റി ബിൽഡിംഗ് ആക്കിയപ്പോ സ്വന്തം ഞാൻ ഈ വേറെ സ്ഥലം പോയില്ല. ഇവിടെ തന്നെ വെച്ച് തുടങ്ങി. ഇവിടെ ഒറ്റയ്ക്കാ ചെയ്യുന്ന സഹായം? ഞാൻ ഭാര്യ വീട്ടിൽ ഉണ്ടായിക്കൊണ്ടുവരും. ഞാനിവിടെ വൈകുന്നേരം എത്ര മണി വരെ ഉണ്ട്? വൈകുന്നേരം പറഞ്ഞ ഉച്ച കഴിഞ്ഞ് ഊണ് കഴിഞ്ഞ് 2-2:30 മണി കഴിഞ്ഞാൽ പിന്നെ വലിയ കച്ചവടമൊന്നുമില്ല. ഇനിയും ഇരിക്കും. ഇതൊക്കെ നമുക്ക് ഇതൊക്കെ ക്ലിയർ ആക്കി നാളെ തുറക്കണമെങ്കിൽ ക്ലിയർ ആക്കണമല്ലോ. പാത്രം കഴുകുക, അങ്ങനെയുള്ള അടികൾ അതൊക്കെ ചെയ്യും. ജീവിതം മുഴുവൻ ഹോട്ടൽ ജീവിതം തന്നെ. ഹോട്ടലിൽ ഓക്കെ, എന്തായാലും ഞാനൊന്ന് കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് അഭിപ്രായം പറയാം. ഇനിയിപ്പോ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആളുകൾ കുറച്ചുകൂടി വരും. അപ്പോ ഓമനേട്ടന്റെ ഉച്ചയൂണ് കഴിക്കുന്നത് ചോറ് കൂട്ട്. നമ്മുടെ പാലക്കാടൻ ഭാഷയിൽ പൊരിയൽ എന്ന് പറയും. അത് ബീറ്റ്റൂട്ടിന്റെയാണ്. ബീറ്റ്റൂട്ടിന്റെ ഒരു പൊരിയലുണ്ട്. തേങ്ങ ചമ്മന്തി, കിടിലൻ ചമ്മന്തിയാണ്. അടിപൊളി, സൂപ്പർ. സാമ്പാറും കൂട്ടി. നല്ല അരമസാലയൊക്കെ ഇട്ടിട്ട് ആ മുളകൊക്കെ അരക്കണല്ലേ? പൊടിയൊന്നും ഉപയോഗിക്കാണ്ട് അരച്ചത് കൊണ്ട് വീട്ടിലെ ടേസ്റ്റ് സൂപ്പർ. മതി, മോര് കൂട്ടി കഴിക്കാം. മതി, മോര് കൂട്ടി കഴിക്കാം. മതി. നല്ല വീട്ടിലെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ചുകൂടി ഒന്ന് അടിപൊളിയാകുമ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം.
ഇഞ്ചി, പച്ചമുളക്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇട്ടിട്ടുണ്ട് മോരിൽ. അതുകൊണ്ട് നല്ല നാടൻ, നമുക്ക് ഒരുപാട് അങ്ങനെ മസാലക്കൂട്ടുകളുടെ മറ്റ് ഇതൊന്നും ഇല്ലാണ്ട് നാടൻ മസാലയിൽ നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കുന്നു അതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരിടമാണ് ഈ ഓമനേട്ടൻ്റെ ചായക്കട. അപ്പം ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറയുകയാണ്. നമ്മുടെ ആലത്തൂരിൽ നിന്ന് വരുമ്പോൾ പുതിയംഗം വേലക്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നിൽക്കുന്നത്. സൂപ്പറാണ്, നാടൻ ഫുഡാണ്. 50 രൂപയാണ് കേട്ടോ ഇതിന് ഈടാക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ. രാജേഷ് വടക്കൻ.